ഡോക്ടർ ബി ജയരാജ്, ഇതിപ്പോൾ ഒരു SIT ഉണ്ട്, ശരിയാണ്. പരാതികൾ വാങ്ങുന്നുണ്ട്, മൊഴിയെടുക്കുന്നുണ്ട്, രഹസ്യ മൊഴിയെടുക്കുന്നുണ്ട്, FIR ഇടുന്നുണ്ട്, അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. പക്ഷേ നീതി കിട്ടുമെന്നുള്ള ഉറപ്പ് ഇപ്പോഴും വന്നിട്ടില്ല. അതിന് കാരണമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായ മുകേഷ് ഇരിക്കുന്നത് MLA എന്ന പദവിയിലാണ്. ഇപ്പോഴും മടിക്കുകയാണ് CPM മുകേഷിനെ ആ പദവിയിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി. ഇടത് സഹയാത്രികർ പോലും അത് ശരിയല്ല, അത് ധാർമ്മികതയല്ല എന്ന് പറയുന്നുണ്ട്. ഏത് സമയത്തും സ്വാധീനിക്കാൻ പറ്റുന്നയാളാണല്ലോ മുകേഷ്, അതും ഈ പദവിയിൽ ഇരുന്നു കൊണ്ട്. അത് പൊതുസമൂഹത്തെ അങ്ങനെയല്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് സർക്കാരാണ്, CPM ആണ്. എന്തുകൊണ്ടത് സാധിക്കുന്നില്ല? മഞ്ജുഷ്, ഇതിനകത്ത് ഒരു വിഷയമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാവുന്നതാണ് പോലെ ഇതൊരു വെരി ലാർജ് ഇൻഡസ്ട്രിയാണ്. ഇതിനകത്ത് ഒരുപാട് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് വരുന്ന ഒരു സാധനമാണ്. നമുക്കിപ്പോൾ മലയാളത്തിൽ എത്ര സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ തന്നെ നമ്മളൊന്നീ സെൻസർ ബോർഡിനോട് ചോദിക്കണം, അതല്ലെങ്കിൽ ഇവിടെ അടച്ച ടാക്സിന്റെ വിവരങ്ങൾ അന്വേഷിക്കണം. അല്ലാതെ ഏത് സെറ്റിൽ വെച്ചാണോ എവിടെ വെച്ചിട്ടാണോ ഷൂട്ട് ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് ഒരു വിവരമില്ല. ഇതിനു മുമ്പുണ്ടായിരുന്ന അടൂർ കമ്മീഷൻ റിപ്പോർട്ട് എല്ലാ സംഘടനകളും, എല്ലാ സിനിമാ സംഘടനകളും ഒരുപോലെ എതിർത്ത ഒരു കാര്യമാണ്. അത് അംഗീകരിച്ചില്ല, ഒരൊറ്റ സംഘടന പോലും അംഗീകരിച്ചില്ല. അതിനുശേഷമാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നത്. നമുക്കൊരു സിനിമാ നയം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനുശേഷമാണ് പല നടികളും മുൻപ് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങളെല്ലാം തുറന്നു പറഞ്ഞത്. അത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നടന്ന സംഭവങ്ങളാണ്. പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നുകൊണ്ട് ആ കുറ്റത്തിന്റെ ഗൗരവം ഒട്ടും തന്നെ കുറയുന്നില്ല. അത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള എല്ലാ അതിക്രമങ്ങളെയും പൂർണ്ണമായി എതിർക്കപ്പെടേണ്ടതാണ്. ഒരു പരിഷ്കൃത സമൂഹത്തിന് നിരക്കുന്ന നടപടികളല്ല. ഇത് മുഖ്യമന്ത്രിയും ഒക്കെ പറയുന്ന കാര്യമാണ്. സ്ത്രീപക്ഷത്തു നിന്നാണ് പറയുകയും സ്ത്രീപക്ഷ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അധികാരത്തിലെത്തുകയും ചെയ്ത ഒരു സർക്കാരാണ് ഇത്രയും വർഷം ആ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് എന്നത് ഒരു കാര്യം. അതവിടെ നിൽക്കട്ടെ, അത് ഏറെ ചർച്ച ചെയ്ത കാര്യമാണ്. മാത്രമല്ല സർക്കാരിന് അറിയാമായിരുന്നു ഇതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന്. അതൊന്നും സർക്കാരിന് മുഖവിലേക്ക് എടുക്കാനുള്ള സമയം കിട്ടിയില്ല. അത് സാംസ്കാരിക മന്ത്രിയുടെ വിചിത്രമായ വാദങ്ങൾ വേറെ കിടക്കുകയാണ്. അതോടൊപ്പമാണ് ഈ മുകേഷിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ എന്താണ് സർക്കാരിന് ഇത്ര മടി? താങ്കൾ പറഞ്ഞു സംഘടനകളൊന്നും സമ്മതിച്ചില്ല എന്ന്. സിനിമാ സംഘടനകളാണോ സർക്കാരിനെ ഭരിക്കുന്നത്? ഇപ്പൊ ഇതിനകത്തുള്ള ഒരു വിഷയം മുകേഷിന്റെ മാത്രമല്ലല്ലോ ഈ വിഷയം, ഇത് ഒരുപാട് പേരെ സംബന്ധിച്ചിട്ടുള്ള വിഷയമാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ അധികം ഇപ്പൊ നേരത്തെ പരാതിക്കാരിയായിട്ടുള്ള ശ്രീമതി സോണിയ മൽഹാർ പറഞ്ഞത് കേട്ടില്ലേ? അമ്മ സംഘടനയുടെ മുഴുവൻ ആളുകളും രാജിവെച്ച് പോയി. ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ടെങ്കിൽ മുഴുവൻ ആളുകളും രാജിവെച്ച് പോവുകയാണോ ചെയ്യേണ്ടുന്നത് എന്നുള്ള ചോദ്യം. ഇപ്പൊ രഞ്ജിത്ത് രാജിവെച്ചു, അക്കാഡമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. ഇപ്പൊ രാജിവെക്കുന്നതിനെ ഒളിച്ചോട്ടമായിട്ട് കാണുകയും ധാർമ്മികത അല്ലെങ്കിൽ രാജിവെച്ചില്ലെങ്കിൽ ഇതൊരു വല്ലാത്ത സിറ്റുവേഷൻ ആണ്. ഒറ്റ മറുപടി പറഞ്ഞു പോട്ടെ സാറേ. ഞാൻ പറഞ്ഞത്, ഞാൻ അപ്പോഴും പറഞ്ഞ് സാർ ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. അതായത് ഒരു കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കുന്നുണ്ട്. അതായത് ആരോപണ വിധേയനായ ആൾ മാത്രം മാറി നിൽക്കാതെ ആ വീട്ടിലെ അച്ഛനും അമ്മയും കുട്ടികളും എല്ലാം കൂടെ വീട് തീയിട്ടിട്ട് പോരുതെന്നുള്ളത്, അതായത് എല്ലാവരും കൂടെ ഓടിയനാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ എക്സാക്ട്ലി നമ്മൾ അതും ഇതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ മന്ത്രിസഭ മൊത്തത്തിൽ പൊളിച്ചു പോകാൻ നമ്മളാരും പറഞ്ഞില്ല. ആരോപണ വിധേയനായ ആൾ ആരായാലും മുഖം നോക്കാതെ, അതാണ് ഒരു സർക്കാരിന്റെ അന്തസ്സ്. പ്രത്യേകിച്ച് നമ്മൾ വിമൻ വെൽഫെയർ ആണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അത്രേ ഉള്ളൂ സാർ. അതാണ് കൃത്യമായ നിലപാടാണ് ഡോക്ടർ ബി ജയരാജ്. അല്ലാതെ എല്ലാവരും രാജിവെച്ച് പോകാനൊന്നും പറഞ്ഞിട്ടില്ല. ഇതിനകത്തുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ മുകേഷിന് രാജി ആവശ്യപ്പെടും, അതിനുശേഷം സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെടും, അതിനുശേഷം മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടും. ഇതുപോലെ ഇത് സ്ഥിരമായ രാഷ്ട്രീയത്തിൽ നടക്കുന്നതാണല്ലോ, നമ്മൾ കുറെ കണ്ടിട്ടുള്ളതാണല്ലോ. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. എന്റയർ ആയിട്ടുള്ള മിനിസ്ട്രി ഇത് മുഴുവനെ നിൽക്കും. ഇതിന്റെ എല്ലാ ഉത്തരവാദി ഗവൺമെന്റ് ആണ്, ഗവൺമെന്റ് മുഴുവനാണ്, കൂട്ടുത്തരവാദിത്വം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാദങ്ങളാണ് പിന്നീട് വരാൻ പോകുന്നത്. അത് രാഷ്ട്രീയം, അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഇതിനകത്ത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ അല്പമെങ്കിലും ധാർമ്മികത ഉണ്ടെങ്കിൽ മുകേഷ് രാജിവെച്ച് പോകണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. മുകേഷിനെ 1% പോലും ഡിഫെൻഡ് ചെയ്യുന്നില്ല ഈ കാര്യത്തില്. കാര്യം ഞാനായിരുന്നു ഈ പൊസിഷനിലെങ്കിൽ ഞാൻ എപ്പോഴേ രാജിവെച്ച് പോയനെ. അത് നമുക്ക് എല്ലാവരെയും മൊറാലിറ്റി പഠിപ്പിക്കാൻ പറ്റുമോ? പാർട്ടി പറഞ്ഞിട്ട് ഇപ്പൊ ഒരാളെ രാജിവെക്കുക അല്ലെങ്കിൽ രാജിവെപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മുകേഷ് പണ്ട് തൊട്ടേ പാർട്ടിയിൽ പ്രവർത്തിച്ച് വന്ന അങ്ങനെ ഒരു അണിയായിട്ട് വന്ന ഒരാളൊന്നും അല്ലല്ലോ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ സീറ്റ് കൊടുക്കുന്നു, പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നു. അതല്ലാതെ മുകേഷിന് അങ്ങനെ വലിയ രാഷ്ട്രീയ പാരമ്പര്യമൊന്നുമില്ല. കോളേജിൽ പഠിക്കുന്ന കാലത്ത് പോലും ഒരിക്കലും SFIയുടെ കൊടിയൊന്നും പിടിച്ചിട്ടുള്ള ആളൊന്നുമല്ല മുകേഷ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി. അതവിടെ നിൽക്കട്ടെ. എന്നാലും ജനപ്രതിനിധി എന്നുള്ള നിലയിൽ CPM-കാരും ബാക്കിയുള്ള ഇടതുപക്ഷക്കാരും എല്ലാം കൂടെ ചേർന്ന് സെലക്ട് ചെയ്തെടുത്ത ഒരാളാണ്. അപ്പോൾ അല്പമെങ്കിലും രാഷ്ട്രീയ ധാർമ്മികത കൈമുതലായിട്ടുണ്ടെങ്കിൽ മുകേഷ് പൂർണ്ണമായിട്ട് രാജിവെച്ച് പോയി നേരിടണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. നല്ല നിലപാട് ഡോക്ടർ ബി ജയരാജ്. ഞാൻ താങ്കളിലേക്ക് വരാം. അതിനു മുൻപ് ശ്രീജിത്ത് പണിക്കർ ഇടപെട്ട ഒരു വിഷയമാണ്.